وبركاته. بسم الله الرحمن الرحيم. الحمد لله الصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح وأن يرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നമുക്ക് നാളെ ആഖിറത്തിൽ ലഭിക്കുന്ന വലിയൊരു പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനു വേണ്ടി സംസാരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയുന്നതും അതുപോലെ തന്നെ കേൾക്കുന്നതും ഇഖ്ലാസുള്ളതാകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ തൗഫീഖ് കൊണ്ട് നമ്മളിന്ന് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം മഹാനായ പണ്ഡിതൻ ജസാക്കുമുല്ലാഹു ഖൈറൻ അൽ അല്ലാമത്തുൽ ഫഖീഹ് അൽ മുഫസ്സിർ അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു നാസിർ ഇബ്നു സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹം രചിച്ച ഒരു കവിതയായ അൽ മൻഹജുൽ ഹഖ് എന്ന ഒരു ചെറിയ കവിതയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കവിത 65 വരികളാണ് ഈ കവിതയിലുള്ളത്. 65 വരികളാണ്. അഹ്ലുസുന്ന വൽ ജമാഅയുടെ അടിസ്ഥാന തത്വങ്ങളാണ് അദ്ദേഹം ഈ കവിതയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അഥവാ നമ്മളോട് പിൻപറ്റാൻ പറഞ്ഞ സിറാത്തുൽ മുസ്തഖീം, അതിൻ്റെ തത്വങ്ങളാണ്. ആ വഴിയുടെ അഥവാ നേരായ പാതയുടെ വഴി, അതിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗങ്ങൾ, അതിനെക്കുറിച്ചാണ് ഇവിടെ ഷേഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുന്നത്. തൗഹീദിൻ്റെ അടിസ്ഥാനങ്ങൾ ഇതിൽ അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ നമ്മൾ പാലിക്കേണ്ടതായ മര്യാദകൾ, അതുപോലെ ഹൃദയശുദ്ധി, നമ്മുടെ ഹൃദയം അതെങ്ങനെ ശുദ്ധിയാക്കണം, അതിന് നമ്മെ സഹായിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. നമ്മുടെ സ്വഭാവം നന്നാക്കാൻ സഹായിക്കുന്ന കാര്യം ഇതിൽ ഷേഖ് അവറുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഹ്ലുസുന്നയുടെ അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തൗഹീദ്, അതുപോലെ തന്നെ അഖ്ലാഖ് അഥവാ നമ്മുടെ സ്വഭാവം നന്നാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതുപോലെ തന്നെ മുആമലാത്ത്, മറ്റുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം, അത് ഏത് രൂപത്തിലായിരിക്കണം എന്നുള്ളതെല്ലാം അഹ്ലുസുന്നയുടെ അടിസ്ഥാന കാര്യങ്ങളിൽപ്പെട്ടതാകുന്നു. നമ്മൾ സൂചിപ്പിച്ചതുപോലെ കവിതയുടെ പേര് മൻഹജുൽ ഹഖ് എന്നാകുന്നു. മൻഹജുൽ ഹഖ് അഥവാ ഹഖിൻ്റെ മാർഗം. ഇൻഷാ അല്ലാഹ് നമുക്ക് വിശദീകരിക്കാം. ഷേഖ് റഹിമഹുല്ലാഹ് അദ്ദേഹം തുടക്കത്തിൽ പറയുന്ന കാര്യം ഫയാ സായിലൻ അൻ മൻഹജിൽ ഹഖ്. കവിത എല്ലാവർക്കും കൊടുത്താൽ ഖൈറായിരുന്നു. അടുത്ത ക്ലാസ് മുതൽ ഇൻഷാ അല്ലാഹ് അദ്ദേഹം പറയുകയാണ് ഫയാ സായിലൻ അൻ മൻഹജിൽ ഹഖ്, അഥവാ അതുകൊണ്ടുള്ള ഉദ്ദേശം ഫയാ സായിലൻ, അല്ലയോ ചോദിക്കുന്നവനെ, അൻ മൻഹജിൽ ഹഖ്, മൻഹജുൽ ഹഖിനെ കുറിച്ച് അഥവാ സന്മാർഗത്തെക്കുറിച്ച് ചോദിക്കുന്നവനെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷേഖ് റഹിമഹുല്ലാഹ് ഈ കവിത ആരംഭിക്കുന്നത്. ഈ വരിയിൽ നിന്നാണ് കവിതയ്ക്കുള്ള നാമം സ്വീകരിച്ചിരിക്കുന്നത്. അഥവാ നമ്മൾ പറഞ്ഞതുപോലെ മൻഹജുൽ ഹഖ് എന്നാണ് കവിതയുടെ പേര്. ആ പേര് സ്വീകരിച്ചിരിക്കുന്നത് ഈ വരിയിൽ നിന്നാണ്. അഥവാ ഫയാ സായിലൻ അൻ മൻഹജിൽ ഹഖ്. ഷേഖ് റഹിമഹുല്ലാഹ് അഥവാ നാസിർ സഅദി റഹിമഹുല്ലാഹ് പ്രത്യേകമായി ഇതിന് പേര് നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കില്ല. മറിച്ച് കവിതയുടെ ആരംഭത്തിൽ ഈ വാക്ക് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ ആ നാമമാണ് ഉലമാക്കൾ പേരായി സ്വീകരിച്ചത്. പല പണ്ഡിതന്മാരും മൻഹജുൽ ഹഖ് എന്നാണ് ഈ കവിതയെ വിളിക്കാറുള്ളത്. അല്ലാതെ ഷേഖ് റഹിമഹുല്ലാഹ് ഇതിന് പ്രത്യേകമായി ഒരു പേര് നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കില്ല. ചിലർ ഈ കവിതയ്ക്ക് നൽകിയ നാമം മൻഹജു അഹ്ലിൽ ഹഖ് എന്നാണ്. മൻഹജു അഹ്ലിൽ ഹഖ് അഥവാ ഹക്കിൻ്റെ ആളുകളുടെ മൻഹജ്. എന്താണ് മൻഹജ് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം വരും.
എന്താണ് മൻഹജ് എന്നുള്ളത്. ആദ്യം കവിതയുടെ പേരുമായി ബന്ധപ്പെട്ട് മാത്രം പറയുന്നു എന്നുള്ളതാണ്. ഇനി സഹോദരങ്ങളെ, ഷേഖിൻ്റെ പ്രത്യേകത എന്തെന്നാൽ അദ്ദേഹത്തിൻ്റെ കവിതകളെല്ലാം തന്നെ ഷേഖ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ മറ്റു കവിതകളും നമുക്ക് കാണാൻ സാധിക്കും. അതിനുള്ള ഒരു ഉദാഹരണമാണ് അൽ ഖവാഇദുൽ ഫിഖ്ഹിയ, മൻദൂമത്തുൻ ഫിൽ ഖവാഇദിൽ ഫിഖ്ഹിയ. അതും ഇതുപോലെ തന്നെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിക്കുന്നതാണ്. ഷേഖിൻ്റെ പ്രത്യേകതയാണ് ഷേഖ് രചിച്ച കവിതകളെല്ലാം തന്നെ എളുപ്പത്തിൽ ആളുകൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ കവിതയിലേക്ക് പ്രവേശിക്കാം. ഇതാണ് കവിതയുടെ പേരുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഷേഖ് റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, ഫയാ സായിലൻ അൻ മൻഹജിൽ ഹഖി യബ്തഗി സുലൂക ത്വരീഖിൽ ഖൗമി ഹഖൻ വയസ്അദു. ഇതാണ് ഒന്നാമത്തെ വരി. ആദ്യം അർത്ഥം പറയാം. ഫയാ സായിലൻ അൻ മൻഹജിൽ ഹഖ്, മൻഹജുൽ ഹഖിനെ കുറിച്ച് ചോദിക്കുന്നവനെ എന്നാണ് ഷേഖ് റഹിമഹുല്ല ഇവിടെ പറയുന്നത്. സഹോദരങ്ങളെ, ഇവിടെ ഫയാ സായിലൻ എന്നാണ് പറഞ്ഞത്. ഈ ഫാ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഷേഖ് റഹിമഹുല്ല ഹംദും സ്വലാത്തും ഒഴിവാക്കി ചുരുക്കി പറഞ്ഞതാണ്. പൊതുവെ ഏത് കാര്യം തുടങ്ങുമ്പോഴും ഹംദും അതുപോലെ തന്നെ സ്വലാത്തും പറയലാണ് പണ്ഡിതന്മാരുടെ ശൈലി. അത് കിതാബായാലും കവിതകളായാലും ഹംദും സ്വലാത്തും പറഞ്ഞുകൊണ്ടാണ് അവർ അവരുടെ ഗ്രന്ഥങ്ങളായാലും കവിതകളായാലും ആരംഭിക്കാറുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഷേഖ് റഹിമഹുല്ല ഇവിടെ ഉപേക്ഷിച്ചത് അലംഭാവത്തിൻ്റെ പേരിലല്ല, അലംഭാവം കൊണ്ട് ഹംദും സ്വലാത്തും ഉപേക്ഷിച്ചതല്ല, മറിച്ച് എഴുത്തുകളിൽ പൊതുവെ മുൻപ് കാലത്ത് ഹംദും സ്വലാത്തും ഒഴിവാക്കാറുണ്ടായിരുന്നു. മുൻകാലത്ത് പഴയ ഗ്രന്ഥങ്ങളിൽ ഹംദും സ്വലാത്തും ഒഴിവാക്കാറുണ്ട്. എന്നാൽ അത് വായിക്കുമ്പോൾ ഹംദും സ്വലാത്തും പറയും. എഴുത്തായി വരുമ്പോൾ ഹംദും സ്വലാത്തും എന്താണ് ചെയ്യാറ് പതിവ്? അത് ഒഴിവാക്കും. മറിച്ച് സംസാരത്തിൽ എന്ത് ചെയ്യാറുണ്ട്? അത് പറയാറുണ്ട്. ഉദാഹരണത്തിന് ഹദീസ് എഴുതുമ്പോൾ ഖാല മുഹമ്മദുൻ അല്ലെങ്കിൽ ഖാല റസൂലുള്ളാഹി എന്ന് മാത്രമാണ് എഴുതുക. എന്തെഴുതില്ല? സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് എഴുതാറില്ല. ഇനി മറ്റൊരാൾക്ക് ഹദീസ് പറയുകയാണെങ്കിലോ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. അല്ലെങ്കിൽ ഇബ്നുൽ ഖയ്യിം എന്ന് മാത്രം എഴുതുമ്പോൾ എന്ത് ചെയ്യും? ഇബ്നുൽ ഖയ്യിം എന്ന് മാത്രം എഴുതും. മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ എന്ന് പറയും. ഇത് മുൻപ് കാലത്തുള്ള പണ്ഡിതന്മാർ ചെയ്തു പോന്നിരുന്ന കാര്യമാണ്. അതിനുള്ള കാരണം സഹോദരങ്ങളെ, പണ്ട് കാലത്ത് നമുക്കിപ്പോൾ ലഭിച്ചതുപോലെ എന്ത് ലഭിക്കാറില്ല? പുസ്തകങ്ങളോ അതല്ല പേജുകളോ പണ്ട് കാലത്ത് ധാരാളമായി ലഭിച്ചിരുന്നില്ല. പേനയും അങ്ങനെ തന്നെയാണ്, മഷിയും ഇതുപോലെ തന്നെയാണ്. പണ്ട് കാലത്തുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കത് എളുപ്പത്തിൽ മനസ്സിലാകും. അഥവാ ഇന്ന് കാണുന്നത് പോലെ ഇപ്പോൾ കാണപ്പെടുന്നത് പോലെയുള്ള ബോൾ പെന്നുകളല്ല, മറിച്ച് പണ്ടെന്താണ് മഷി നിറച്ചിട്ടുള്ള പേനകളാണ്. നമുക്കറിയാം പണ്ട് കാലത്ത് വ്യാപകമായി അത് ലഭിച്ചിരുന്നില്ല. പക്ഷേ നമുക്ക് അൽഹംദുലില്ലാ എന്താണ്, പുസ്തകവും ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പെന്നും ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിൽ എഴുതുന്ന ആളുകൾ വളരെ ചുരുക്കം മാത്രമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപകാരപ്പെടും. പറയുന്ന കാര്യങ്ങൾ ഇതെൻ്റെ വക പറയുന്നതല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരും എഴുതണ്ട, ഒരു ഉപകാരം ഉണ്ടാവില്ല. മറിച്ച് ഉലമാക്കളുടെ മൻഖൂലാത്തുകൾ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുന്നതെന്ന് മാത്രമാണ്. അപ്പോൾ പറഞ്ഞു വന്നത് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, അൽ ഇൽമു സൈദുൻ വൽ കിതാബത്തു ഖൈദുഹു. അറിവ് എന്നുള്ളത്, മതവിജ്ഞാനം എന്നുള്ളത് എന്താണ്? സൈദുൻ, ഒരു വേട്ട മൃഗത്തെ പോലെയാണ്. അഥവാ നമ്മൾ ഭക്ഷിക്കാൻ പിടിച്ചു വെക്കുന്ന മൃഗങ്ങളെ പോലെയാണ്. ആട് അതുപോലുള്ള നമ്മൾ ഭക്ഷിക്കുന്ന മൃഗങ്ങളെ പോലെയാണ്. ഖയ്യിദ് സുയൂദക ബിൽ ഹിബാലിൽ വാസിഖ. എന്താണ്? നീ എന്ത് ചെയ്യണം? നിൻ്റെ ആ വേട്ട മൃഗങ്ങളെ ബലവത്തായ കയറുകൊണ്ട് എന്ത് ചെയ്യണം? കെട്ടിയിടണം. എങ്ങനെയാണ് കെട്ടിയിടേണ്ടത്? അത് എഴുതി വെച്ചുകൊണ്ടാണ്. അപ്പോൾ നമ്മളീ പഠിക്കുന്ന 65 വരികളുള്ള ഒരു കവിതയാണ്. അതിൽ ഇൻഷാ അല്ലാഹ് പറയുന്ന കാര്യങ്ങൾ ഒന്നെങ്കിൽ ഖുർആൻ ആയത്തായിരിക്കാം, ഓരോ കാര്യങ്ങൾക്കുള്ള തെളിവുകൾ,
അതുപോലെ തന്നെ ഹദീസുകളായിരിക്കാം, അസറുകളായിരിക്കാം, സഹാബിമാരുടെ വാക്കുകളായിരിക്കാം. എഴുതാൻ സാധിക്കുന്നവർ എഴുതുക. ബാറക്കല്ലാഹു ഫീക്കും. ഇതിനൊരു ഉദാഹരണമാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ, ഇമാമു സുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമായ മുസ്നദിൽ അദ്ദേഹം എന്ത് ചെയ്യാറില്ല? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് എഴുതാറില്ല. ഈ പറഞ്ഞ രൂപത്തിലായതുകൊണ്ടാണ്. അഥവാ മഷി വളരെ കുറച്ച് മാത്രമായിരുന്നു ആ കാലഘട്ടത്തിൽ ലഭിക്കാറുള്ളത്. അതുപോലെ തന്നെ പേജിൻ്റെ അവസ്ഥയും ഇതുപോലെ തന്നെയാണ്. എന്നാൽ അദ്ദേഹം ഹദീസ് പറയുമ്പോഴോ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയും. ഇനി സഹോദരങ്ങളെ, ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ എഴുത്തിലായാലും വായനയിലായാലും എന്ത് ചെയ്യണം? നമ്മളത് എഴുതണം, പറയുമ്പോൾ അത് പറയുകയും ചെയ്യണമെന്നുള്ളത്. കാരണം ഒരുപക്ഷെ നമ്മൾ ഈ എഴുതി വെക്കുന്ന കാര്യങ്ങൾ നമുക്ക് ശേഷം ഇഖ്ലാസ് ഉണ്ട് എങ്കിൽ ഒരുപക്ഷെ പല ലോകത്തേതെങ്കിലും സ്ഥലങ്ങളിലേക്ക് എത്തിയേക്കാം. അതല്ല എങ്കിൽ നമ്മുടെ മക്കൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ എഴുതിയ സലാത്ത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെന്തുണ്ട്? അത് പറയുന്നത് മൂലം എന്ത് ലഭിക്കാം? പ്രതിഫലം ലഭിക്കാം. അതുപോലെ ഉള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് ഒരു കാര്യം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ, നന്മയിൽ ഒന്നിനെയും, ഷെയ് എന്ന് പറഞ്ഞാൽ എല്ലാം പെട്ടു, ഏത് നന്മയുണ്ടോ അതിലൊന്നും എന്ത് ചെയ്യണ്ട, ചെറുതായി കാണണ്ട എന്ന നിയത്തിൽ എഴുതാൻ ശ്രമിക്കുക. ബാറക്കല്ലാഹു ഫീക്കും. ഇനി സഹോദരങ്ങളെ, പറഞ്ഞു വന്നത് അദ്ദേഹം ഹംദും സ്വലാത്തും ചുരുക്കിയതിനെ പറ്റിയാണ്. പറഞ്ഞതുപോലെ അദ്ദേഹം അത് ഉപേക്ഷിച്ചത് അലംഭാവം കൊണ്ടല്ല, മറിച്ച് എന്താണ്, ഈ ഒരു കാര്യമുള്ളത് കൊണ്ടാണ്. പിന്നീട് സഹോദരങ്ങളെ, അദ്ദേഹത്തിൻ്റെ അനുകമ്പയോടു കൂടിയുള്ള, വളരെ അങ്ങേയറ്റത്തെ കാരുണ്യത്തോടു കൂടിയുള്ള വാക്കാണ് അദ്ദേഹം പറഞ്ഞത്. അഥവാ ഫയാസഇലൻ അൻ മൻഹജിൽ ഹഖി യബ്തഗി സുലൂക ത്വരീഖിൽ ഹഖി ഖൗമൻ വയസ്അദു എന്നാണ് ഷെയ്ഖ് പറഞ്ഞത്. എന്താണ് സഹോദരങ്ങൾ ഇതുകൊണ്ടുള്ള ഉദ്ദേശം? മൻഹജുൽ ഹഖിനെ കുറിച്ച് ചോദിക്കുന്നവനെ ഇനി ചോദിച്ചാൽ മാത്രം മതിയോ? അല്ല, യബ്തഗി സുലൂക ത്വരീഖിൽ ഖൗമി ഹഖൻ വയസ്അദു. എന്താണത്? ആ ഹക്കിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കണം എന്ന നിയത്തോടു കൂടി ചോദിക്കുന്നവനെ എന്നാണ് ഷെയ്ഖ് ഇവിടെ പറയുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കാം ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ അനുകമ്പ, അഥവാ ഹക്ക് ചോദിച്ചു വരുന്ന ഒരുവന് ഏറ്റവും നല്ല രൂപത്തിലുള്ള ഒരു സംസാരമാണ് ഷെയ്ഖ് ഇവിടെ പറയുന്നത്. നോക്കൂ സഹോദരങ്ങളെ, ഈ മൻഹജ് അഥവാ ഈ വഴി എന്നുള്ളത് സൽസ്വഭാവികളുടെ വഴിയാണ്. മൻഹജുൽ ഹക്ക് എന്നുള്ളത് അഥവാ ഹക്കിൻ്റെ മാർഗം എന്നുള്ളത് അത് സൽസ്വഭാവികളുടെ വഴിയാണ്. അതിലൊന്നാമത്തേതാരാണ് സഹോദരങ്ങളെ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ അമ്പിയാക്കന്മാർ, അവരുടെ മാർഗമാണ് ഹക്കിൻ്റെ മാർഗം. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളും ഇതുപോലെ ജനങ്ങളോട് അങ്ങേയറ്റത്തെ കരുണയുള്ള ആളുകളാകണം. അമ്പിയാക്കൾ അവരുടെ സമുദായത്തെ ദീനിലേക്ക് ക്ഷണിക്കുന്നത് എന്തു പറഞ്ഞിട്ടാണ്? വയാ ഖൗമി, എൻ്റെ സമുദായമേ, ഞാനും നിങ്ങളിൽപ്പെട്ടവനാണ്, നിങ്ങൾ എന്നിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അടുപ്പിക്കുന്ന തരത്തിൽ, ആളുകളെ അടുപ്പിക്കുന്ന തരത്തിലുള്ള സംസാരമാണ് അമ്പിയാക്കന്മാരുടെയും അതുപോലെ തന്നെ മുർസലീങ്ങളുടെയും. ഈ രൂപത്തിലാണ് അവർ തൻ്റെ സമുദായത്തെ അഭിസംബോധന ചെയ്തത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റത്തെ അനുകമ്പ കാണിച്ചിരുന്നു. അവിടുന്ന് ജനങ്ങളെ അങ്ങേയറ്റത്തെ കാരുണ്യത്തോടു കൂടിയാണ് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചത്. നമുക്കറിയാം അല്ലേ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്ത് ഇറക്കുകയാണ്, ഫസ്ദഅ ബിമാ തുഅ്മർ. അല്ലയോ റസൂലേ, അങ്ങ് എന്ത് ചെയ്യുക? അങ്ങയോട് കൽപ്പിക്കപ്പെട്ട കാര്യം അതങ്ങനെ തന്നെ ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോടായി അങ്ങേയറ്റത്തെ അനുകമ്പയോടുകൂടി സംസാരിക്കുകയാണ്. യാ അയ്യുഹന്നാസ് ഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുക, തുഫ്ലിഹു, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിജയിക്കാം എന്നുള്ള ആളുകളെ
ഏറ്റവും സൗഭാഗ്യത്തിൻ്റെ മാർഗത്തിലേക്ക് എത്തുന്ന വാക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ജൂതന്മാർ വന്ന് പറയാറുണ്ടായിരുന്നു. എന്ത്? അസ്സാമു അലൈക്കും, അസ്സാമു അലൈക്കും. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലയോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിനക്ക് മരണമുണ്ടാകട്ടെ. സുബ്ഹാനല്ലാഹ്, എന്ത് വാക്കാണ് പറയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്താണ്? വഅലൈക്കും, നിങ്ങൾക്കും. അതിൽ പരിമിതപ്പെടുത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മഹദി ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അങ്ങേയറ്റത്തെ സ്നേഹമുള്ളത് കൊണ്ട് തന്നെ അവിടുന്ന് പ്രതികരിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? വഅലൈക്കുമുസ്സാമു വല്ലഅന, നിങ്ങൾക്ക് മരണവും അതുപോലെ നിങ്ങൾ ശപിക്കപ്പെട്ടവരാണ്, നിങ്ങൾക്ക് ശാപമുണ്ടാകട്ടെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തിരുത്തി കൊടുക്കുകയാണ്. പക്ഷേ എന്താണ്, നമുക്കറിയുന്നതാണ്, യഹൂദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശപിക്കപ്പെട്ടവരാണ്, യാതൊരു സംശയവുമില്ല. കാരണം ഹഖ് മനസ്സിലാക്കുകയും അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞ ആളുകളാണ്. നമ്മളെല്ലാവരും സൂറത്തുൽ ഫാത്തിഹയിൽ പാരായണം ചെയ്യുന്നത് പോലെ എന്താണ്, അവരുടെ മാർഗത്തിൽ പെടാതിരിക്കാൻ മഗ്ലൂബി അലൈഹിം എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആളുകൾ നമുക്കറിയാം. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, മഹ്ലൻ യാ ആയിഷ, അല്ലയോ ആയിഷ, നീ സാവകാശം കാണിക്കുക. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന റിഫ്ക ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു. നോക്കൂ സഹോദരങ്ങളെ, ഈ ഒരു ഹദീസിൻ്റെ പിൻഭാഗത്തുള്ള, അല്ലെങ്കിൽ ഇത് ഉണ്ടാകാനുള്ള കാരണം ഇതാണ്. ഒരു ജൂതൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്ന് നിനക്ക് മരണം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്. റസൂൽ പറയുകയാണ്, കരുണ ഒരു കാര്യത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, കരുണയോടുകൂടി നമ്മൾ ആളുകളോട് പെരുമാറിക്കഴിഞ്ഞാൽ ആ കാര്യം എന്താകും? അലങ്കാരമുള്ളതായി തീരും, വളരെ ഭംഗിയുള്ളതായി തീരും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, വലാ യുൻസഉ മിൻ ഷൈഇൻ ഇല്ലാ ശാനഹു. ഇനി കരുണ ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത് എങ്കിലോ ആ കാര്യത്തെ വികൃതമാക്കി കളയും. പരുഷമായി ആളുകളോട് അങ്ങേയറ്റത്തെ മോശമായ രൂപത്തിലാണ് നമ്മൾ പെരുമാറുന്നത് എങ്കിൽ ആ ഒരു കാര്യത്തെ വികൃതമാക്കി കളയുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ ഗൈറത്ത്, അല്ലെങ്കിൽ എന്താണ്, ആ ഒരു ആത്മരോഷം കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അവലം തസ്മഅ മാദാ ഖാൽ, അവരെന്താണ് പറഞ്ഞതെന്ന് റസൂലെ അങ്ങ് കേട്ടില്ലേ? അവർ പറയുന്നത് ശാപവാക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖദ് ഖുൽതു അലൈക്കും, ഞാനെന്ത് പറഞ്ഞിട്ടുണ്ട്? വഅലൈക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കണം സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ടാണ് ഈ യഹൂദികൾ ഈ വാക്ക് പറയുന്നത്. ശ്രദ്ധിക്കണം, ഈ കാലഘട്ടം നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാക്കി തരും ഇവരുടെ ഈ സ്വഭാവം. ഇവരുടെ സ്വഭാവം, ഈ യഹൂദികളുടെ സ്വഭാവം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരും. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാടായ മദീന, റസൂൽ ഭരിക്കുന്ന നാടാണത്. റസൂലാണ് അവിടുത്തെ നേതാവ്. റസൂലിൻ്റെ കീഴിലുള്ള ആളുകളാണ് യഹൂദികൾ. പക്ഷേ ഒരു മുസ്ലിമിൻ്റെ നിലപാട് നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ച ആ പെരുമാറ്റം നോക്കൂ. അതാണ് മുസ്ലിമീങ്ങൾ. അൽഹംദുലില്ലാഹ്, അതാണ് മുസ്ലിമീങ്ങൾ. ഏത് കാലഘട്ടത്തിലും ഒരാളോടും അനീതി കാണിക്കുകയില്ല. നീതിപരമായ ആ ഒരു നിലപാട് മാത്രമാണ് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. അവിടുന്ന് പറഞ്ഞത് നോക്ക്, വഅലൈക്കും. അവിടുന്ന് എന്താണ്, റസൂലിന് വേണമെങ്കിൽ സഹാബിമാരോടൊന്ന് മൂളിയാൽ അവരുടെ കാര്യം തീർക്കാൻ സാധിക്കും. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ ആയിരുന്നില്ല. മറിച്ച് അവിടുന്ന് ആളുകൾ ഹക്കിലേക്ക് എത്തണമെന്ന അങ്ങേയറ്റത്തെ ആ ഒരു നസീഹത്ത് ഉള്ളവരായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞില്ല? യാ ഖുബസ അല്ലെങ്കിൽ യാ മൽഊനീൻ എന്ന രൂപത്തിലൊന്നും തിരിച്ച് സംസാരിച്ചില്ല. നോക്കണം, നമ്മൾക്ക് ഇതിൽ വലിയ മാതൃകയുണ്ട്. അവിടുന്ന് തിരിച്ചൊരു വാക്ക്, അനീതിയിലേക്ക് എത്തുന്ന ഒരു വാക്ക് പോലും പറഞ്ഞില്ല. എന്താണോ അവിടെ അനുയോജ്യമായത് അത് മാത്രം പറഞ്ഞ്
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ പരിമിതപ്പെടുത്തുകയാണ്. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സഹോദരങ്ങളെ അനുകമ്പ. എന്താണോ ഒരു സ്ഥലത്ത് അനുയോജ്യമായത്, ഒരിക്കലും എന്തല്ല ആരോടും തിരിച്ചു മറുപടി പറയണ്ട, അല്ലെങ്കിൽ എല്ലാവരും പറയുന്നതും കേട്ടു നിൽക്കണം എന്നല്ല, മറിച്ച് ഒരു സ്ഥലത്ത് എന്താണോ പറയാൻ അനുയോജ്യമായ കാര്യം അത് അനുയോജ്യമായ രൂപത്തിൽ പറയുക എന്നുള്ളതാണ് അനുകമ്പ. ഇതിൻ്റെ അർത്ഥം എന്തല്ല, ഒരിക്കലും നമ്മൾ മറ്റുള്ള ആളുകൾക്ക് മറുപടി പറയൽ അത് ശിദ്ധത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങേയറ്റത്തെ പരിശുദ്ധിയുടെ അല്ലെങ്കിൽ പരുഷൻ സ്വഭാവമാണ് എന്നല്ല, മറിച്ച് അതും അനുകമ്പയിൽപ്പെട്ടതാണ്. ആളുകൾക്ക് ഹക്ക് വ്യക്തമാക്കി കൊടുക്കുക എന്നുള്ളത് അനുകമ്പയിൽപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ഇത് കേട്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹം കൊണ്ടാണ് ഈ രൂപത്തിലുള്ള സംസാരിച്ചത്. സൂചിപ്പിച്ചതുപോലെ അവർ ശപിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതിൽ പ്രത്യേകിച്ചൊരു തെറ്റാണ് എന്ന് പറയാനില്ല. പക്ഷേ അവരെങ്ങനെ ദേഷ്യം പിടിപ്പിച്ചോ അതുപോലെ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചും ചെയ്തു എന്ന് മാത്രം. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് കൂടി അവിടെ പറഞ്ഞ കാര്യം എന്താണ്? ഇന്ന റിഫ്ക ലാ യകൂനു ഫീ ഷൈഇൻ ഇല്ലാ സാനഹു എന്നുള്ള രൂപത്തിൽ അവിടുന്ന് പറയുകയാണ് ഉണ്ടായത്. അങ്ങനെ സഹോദരങ്ങളെ, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ ഒരു കൂട്ടം ആളുകൾക്ക് മറുപടി പറയുന്നുണ്ട് എങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. അങ്ങനെ നമ്മൾ ഒരു കൂട്ടം ആളുകൾക്ക് അവർ തെറ്റ് പ്രചരിപ്പിക്കുകയാണ്, അവർ മോശമായ രീതിയിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ മറുപടി പറയുകയാണെങ്കിൽ ഏറ്റവും നല്ല വാക്കുകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. മഹാനായ പണ്ഡിതൻ, ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന മഹാനായ പണ്ഡിതൻ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ, അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഒരു വാക്ക് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുകയാണ്, അൽആന ബഅ്ദു നാസി അസ്ബഹു യുത്ലിഖൂന അൽഫാളൻ ലാ തലീഖു ബിഹിം. ഇന്ന് ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ മറുപടി പറയുമ്പോൾ അവർ സ്വീകരിക്കുന്ന വാക്കുകൾ എന്നുള്ളത് ഒരിക്കലും ഒരു മതവിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ഒരു ദാഇക്ക് യോജിക്കാത്ത വാക്കുകളാണ് അവർ സ്വീകരിക്കുന്നത്. ഫകൗനുൽ ഇൻസാൻ യതലഫ്ഫദു അലാ ഗൈരിഹി ബിഅൽഫാളിൻ ലാ തലീഖു ബിഹിം. പറഞ്ഞതുപോലെ വളരെ മോശമായ വാക്കുകൾ, അവർക്ക് യോജിക്കാത്ത വാക്കുകൾ, ഹറാമായിക്കൊള്ളണമെന്നില്ല, ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഹറാമ് പറയൽ അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല, മറിച്ച് ഒരാൾക്ക് യോജിക്കാത്ത വാക്കുകൾ പറയുക എന്നുള്ളതാണ്. അങ്ങനെ യോജിക്കാത്ത വാക്കുകൾ പറയൽ നമുക്ക് പാടില്ല, അല്ലെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കരുത് എന്നാണ് ഷെയ്ഖ് പറയുന്നത്. അങ്ങനെ മോശമായ വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് രണ്ട് തരത്തിൽ നമുക്ക് എന്തല്ല പാടില്ലാത്ത കാര്യമാണ്. അദ്ദേഹം പറയുകയാണ്, ലാ തംബഗി മിൻ ജിഹതൈൻ മിൻ ജിഹതി മുഖാലിഫത്തി ദാലിക ലിമൻഹജി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നെന്താണത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൻഹജ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു മാർഗത്തിനെതിരാണ് ഈ രൂപത്തിൽ സംസാരിക്കുക എന്നുള്ളത്. വമിൻ ജിഹതി അന്ന ഹാദാ യലീഖു ബിഹി അന്ന ഹാദാ ലാ യലീഖു ബിഹി അൽ ഫുളലാ. രണ്ടാമത്തെ എന്താണ്? അങ്ങനെയുള്ള വാക്കുകൾ ഫളലുള്ള ആളുകൾ പറയുക എന്നുള്ളതും യോജിക്കാത്ത കാര്യമാണ്. നോക്കണം സഹോദരങ്ങളെ. എന്നിട്ട് അദ്ദേഹം ചില ഉദാഹരണങ്ങൾ പറയുകയാണ്. ഈ കാലഘട്ടത്തിൽ ചില ആളുകൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഷെയ്ഖ് റഹിമഹുല്ല പറയുകയാണ്, ഫകൗനുൽ ഇൻസാൻ മസലൻ യഖൂലു അന എന്താണ് യാ ഹിമാർ, എന്താണ് അല്ലയോ കഴുതേ എന്നുള്ള രൂപത്തിൽ ഒരാൾ മറുപടി പറയുമ്പോൾ പറയുക എന്നുള്ളത്. അല്ലെങ്കിൽ യാ ബഖറ ഔ യാ സൗർ ഔ അൻത കദ, അഥവാ അല്ലയോ പോത്തെ എന്ന് ഉപയോഗിക്കുക എന്ന രൂപത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക. ചില ആളുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതാണ്. വബഅ്ദു നാസ് യസ്തഅമിലു ഇബാറാത്തിൻ, ചില ആളുകൾ ചില വാക്കുകൾ ഉപയോഗിക്കുന്നതായി കാണാം, ആളുകളെ അകറ്റിക്കളയുന്ന വാക്കുകൾ. യജ്ലിബുൽ ഹഖ്ക ബാത്തിലൻ, എന്നിട്ട് ആളുകൾ കരുതുന്നത് എന്താണ്? ഹക്ക് ബാത്തിലാണെന്ന് വിചാരിച്ചു പോവുകയാണ് ചില ആളുകളുടെ പദപ്രയോഗങ്ങൾ കാരണം. ശ്രദ്ധിക്കണം, നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. ഹക്ക് ബാത്തിലാണെന്ന് ആളുകൾ കരുതുകയാണ്. എന്ത് കാരണത്താൽ? നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ കാരണത്താൽ. ഇത് ഞാൻ പറയുന്നതല്ല,
ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ വാക്കാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഫയഖൂലു ഫി ഹാദ സമാനി മസലൻ ഫുലാനുൻ യുബാലു അലൈഹി ഔ ളഅ റിജ്ലൈക അലാ വജ്ഹി. ഷെയ്ഖ് പറയുകയാണ്, ചില ആളുകൾ മറ്റു ചില പ്രയോഗങ്ങൾ പറയുകയാണ്. എന്താണത്? ഞാൻ എൻ്റെ കാല് നിൻ്റെ മുഖത്തേക്ക് ചവിട്ടും. മറുപടിയിൽ പറയുന്ന വാക്കുകളാണ്. ഷെയ്ഖ് ഹഫിളഹുല്ലാ അദ്ദേഹം പറയുകയാണ്, ഇതൊക്കെ സഹോദരങ്ങളെ ചില സമയങ്ങളിൽ ഉപയോഗിക്കാൻ സാധിക്കുമെങ്കിൽ പോലും ഇങ്ങനെയുള്ളത് പറയരുത് എന്നാണ് ഷെയ്ഖ് പറയുന്നത്. നമ്മളൊക്കെ പറയാറുള്ളത് എന്താണ്? നമ്മൾ ഉലമാക്കളിലേക്ക് മടങ്ങണം, നമ്മൾ അവരുടെ മാർഗം സ്വീകരിക്കണമെന്നാണ്. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ലാ അദ്ദേഹം പറയുകയാണ്, മറുപടി പറയുമ്പോൾ ഏറ്റവും അനുയോജ്യമായ വാക്കുകൾ കൊണ്ട് സംസാരിക്കണമെന്ന് അദ്ദേഹം പറയുകയാണ്. കാരണം പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള കാര്യം ജനങ്ങളെ അകറ്റിക്കളയും, യാതൊരു സംശയവുമില്ല. പറയുന്നത് ഹക്കാണെങ്കിൽ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മോശമാണ് എങ്കിൽ ഒരാൾ പോലും നമ്മുടെ സംസാരം കേൾക്കൂല, യാതൊരു സംശയവുമില്ല. അല്ലേ? ചില ആളുകൾ പറയാറില്ലേ, ചില ബാത്തിലിൻ്റെ ആളുകളെ പറ്റി എന്തൊക്കെ പറഞ്ഞാലും അയാളുടെ സംസാരം ഉണ്ടല്ലോ എന്ന് പറയുന്നതായി കാണാം. എന്തുകൊണ്ടാണത്? ഏറ്റവും നല്ല സംസാരങ്ങൾ സംസാരിക്കുന്നത് കൊണ്ടാണ്. അതിനാൽ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ എന്താണ് എന്നുള്ളത് നന്നായി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പലരെങ്കിലും അല്ലെങ്കിൽ ചിലരെങ്കിലും പഠിച്ച ഒരു ശൈലി എങ്ങനെയായിരിക്കാം? ചില സംവാദങ്ങളിലൂടെ ഹക്ക് മനസ്സിലാക്കിയ ആളുകളുണ്ടാകാം. നമ്മുടെ നാട്ടിലെ സംവാദങ്ങളിലെ സംസാരങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പലതും എന്താണ്? ഈ പറഞ്ഞ രൂപത്തിലുള്ളതായിരിക്കും. വളരെ മോശമായ അല്ലെങ്കിൽ ഒരാൾക്ക് യോജിക്കാത്ത രൂപത്തിലുള്ളതായിരിക്കാം. ആ രൂപത്തിൽ പഠിച്ചത് കൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതുപോലുള്ള പ്രയോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആളുകൾ പിന്നെ അള്ളാഹുവിൻ്റെ ദീനിലേക്ക് അടുക്കാത്തൊരവസ്ഥയുണ്ടാകും. ആളുകൾ നമ്മൾ കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിന്ന് അകന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിഷയം നമ്മൾ ആളുകളെ അടുപ്പിക്കുന്ന തരത്തിൽ സംസാരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ മാർഗത്തിൻ്റെ ആളുകളുടെ ഒരു രീതി എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തിരുന്ന യഹൂദിയായ ഒരു കുട്ടിയുണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്രത്തോളം അനുകമ്പ കാണിച്ചിരുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സേവനം ചെയ്തിരുന്ന യഹൂദിയായ ഒരു വ്യക്തിയുണ്ടായിരുന്നു, ഒരു കുട്ടിയാണ്. ആ കുട്ടി രോഗിയായപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യുകയാണ്? ആ കുട്ടിയുടെ തലഭാഗത്ത് പോയി ഇരുന്നു കൊണ്ട് ആ കുട്ടിയോട് പറയാണ്, അസ്ലിം, നീ എന്ത് ചെയ്യണം? ഇസ്ലാം സ്വീകരിക്കണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കീഴിൽ ജോലി ചെയ്തയാളാണ്. ഒരിക്കൽ പോലും അള്ളാഹുവിൻ്റെ ദീൻ എത്താത്ത അവസ്ഥയിൽ മരണപ്പെടരുത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റത്തെ ആഗ്രഹമുണ്ട്. നമുക്കറിയുന്നതാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള ആളുകളുടെ അടുക്കൽ പോയി റസൂൽ ഇസ്ലാമിനെ പറ്റി പറയാറുണ്ടായിരുന്നു. ഉദാഹരണങ്ങൾ ധാരാളമുണ്ട്. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യുകയാണ്? യഹൂദിയായ ഉപ്പയുടെ മുഖത്തേക്ക് നോക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്ക് കേട്ടപ്പോൾ ഈ യഹൂദിയായ ഉപ്പ പറയുകയാണ്, അത്യ അബുൽ ഖാസിം, നിങ്ങൾ എന്ത് ചെയ്യണം? അല്ലയോ മോനെ, അബുൽ ഖാസിം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കണമെന്ന് അവിടുന്ന് പറയുകയാണ്. ഫഅസ്ലം, ആ കുട്ടി എന്ത് ചെയ്യാണ്? ഇസ്ലാം സ്വീകരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും. നരകത്തിൽ നിന്ന് ആ കുട്ടിയെ രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും. ഇതുപോലെ ആയിരിക്കണം നമ്മളും. ഒരാൾ ഹിദായത്തിലായി കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ട വാക്കതാണ് അൽഹംദുലില്ലാഹ്. നമ്മളിലേക്ക് ചേർത്തിയാണോ പറയേണ്ടത്? നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു പ്രയോഗം എന്താണ് പറഞ്ഞത്? അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ. നരകത്തിൽ നിന്ന് രക്ഷിച്ച അള്ളാഹുവിനാകുന്നു സർവ്വസ്തുതിയും. അള്ളാഹുവാണ് രക്ഷിച്ചത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സബബായി എന്ന് മാത്രം. ഇതുപോലെ നമ്മളും അനുകമ്പയും കാരുണ്യവും പ്രകടമാകുന്ന തരത്തിലായിരിക്കണം മറ്റുള്ള ആളുകളോട് ഇടപഴകേണ്ടത്. ചിലർ സുബ്ഹാനല്ലാഹ്, അവനോടെതിരായ ചില അഭിപ്രായ ഭിന്നതക്ക് പഴുതുള്ളവരോട് പെരുമാറുന്നത് കണ്ടാൽ അത്ഭുതം തോന്നിപ്പോവും. കാരണം നമ്മുടെ ഈ ദീനിൽ ചില വിഷയങ്ങളിൽ അഭിപ്രായ ഭിന്നതക്ക് പഴുതുള്ള ചില വിഷയങ്ങളുണ്ടാകും.
പക്ഷേ അങ്ങനെയുള്ള ആളുകൾ അവൻ്റെ ആ വാക്കിനോട് എതിരായി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ല അദ്ദേഹം പറഞ്ഞതായി കാണാം. ചില പണ്ഡിതന്മാർ, മരണപ്പെട്ടു പോയ പണ്ഡിതന്മാരാണെങ്കിൽ അവരെ പറ്റി പറയുമ്പോൾ ലാ റഹിമഹുല്ലാ എന്ന് പറയുന്ന ആളുകൾ, അള്ളാഹു അവന് കരുണ ചെയ്യാതിരിക്കട്ടെ എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ അറാഹ് അള്ളാഹുമിൻ, അള്ളാഹു അവനിൽ നിന്ന് ബാക്കിയുള്ളവർക്ക് സമാധാനം നൽകട്ടെ എന്നൊക്കെ രൂപത്തിലുള്ള സംസാരങ്ങൾ ചില ആളുകൾ പറയുന്നതായി കാണാം. അതിനാൽ തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവെ ഭയപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ എല്ലാവിധ ഇടപാടുകളിലും മൻഹജുൽ ഹക്കിലേക്ക് അഥവാ റസൂലിൻ്റെയും സഹാബത്തിൻ്റെയും മാർഗത്തിലേക്ക് നാം അടങ്ങണം. എല്ലാ മേഖലയിലും, ഒരു മേഖലയിലും നമ്മൾ അവരിൽ നിന്ന് തിരിഞ്ഞു കളയാൻ പാടില്ല. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹത്തിനോട് ചില ആളുകൾ ചോദിച്ചതായി കാണാം, ഒറ്റക്കാലിൽ ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ പറ്റുമോ എന്ന്. ഒരു കാലിൽ മാത്രം ചെരുപ്പിട്ടുകൊണ്ട് നടക്കാൻ സാധിക്കുമോ എന്ന് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് കൊടുത്ത മറുപടി എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വിഷയത്തിലും നീ എതിരാകാതെ നോക്കാൻ ശ്രദ്ധിക്കണം. എത്രത്തോളം എന്ന് വെച്ചാൽ നീ നിന്റെ തല ചൊറിയുന്നത് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിലാകാൻ ശ്രദ്ധിക്കണമെന്ന് ഇബ്നു ബാസ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിഷയം അങ്ങേയറ്റത്തെ അനുകമ്പയുള്ള ആളുകളാകണമെന്നുള്ള ആ ഒരു പാഠമാണ് ഈ വരിയിൽ നിന്ന് നമുക്ക് ലഭിക്കുക. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ പറഞ്ഞ കാര്യം യാ സായിലൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് പറയുന്നത് അൻ മൻഹജിൽ ഹക്ക് എന്നാണ്, അഥവാ ഹക്കിൻ്റെ മാർഗം. ഇവിടെ നമ്മൾ പറഞ്ഞു അൽ മൻഹജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹുവ ത്വരീഖ്, വഴിയാണ്. അസ്സബീൽ, വഴി. ത്വരീഖ് എന്ന് പറഞ്ഞാൽ വഴി, സബീൽ എന്ന് പറഞ്ഞാലും വഴി തന്നെയാണ്. ഇതാണ് മൻഹജിൻ്റെ അർത്ഥം. അൽ വാലിഹുൽ ബയ്യിൻ, അൽ വാലിഹുൽ ബയ്യിൻ, വ്യക്തമായ വഴി എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇവിടെ ഷെയ്ഖിൻ്റെ ഉദ്ദേശം എന്താണ്? മൻഹജൻ ഇൽമു ബിഹി അമലൻ, ഈ വഴിയെക്കുറിച്ച് അറിയുകയും ചെയ്യണം. അറിഞ്ഞാൽ മാത്രം മതിയോ? അല്ല, അമലൻ, ഇതെന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അഥവാ സഹോദരങ്ങളെ, ആ വഴി മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാ മേഖലയിലും പ്രാവർത്തികമാക്കാൻ നോക്കണം. ദീനി വിഷയത്തിൽ മാത്രമല്ല, അല്ലേ? ചില ആളുകളെ കാണാം ദീനി വിഷയങ്ങളിൽ മാത്രം റസൂലും സഹാബത്തിൻ്റെയും മാർഗം, എന്നാൽ അവൻ്റെ കച്ചവട ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ മാർഗമൊന്നും സ്വീകരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒന്നെടുത്ത് മറ്റുള്ള മാർഗം ഒഴിവാക്കുക. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ കച്ചവടം. സുബ്ഹാനല്ലാഹ്, ചില ആളുകളെ പറ്റി പറയുന്നതായി കാണാം, ആള് നല്ല ദീനുള്ള ആൾ തന്നെയാണ്, നിസ്കാരമൊക്കെ മുറപ്രകാരം നിർവഹിക്കുന്നുണ്ട്, പള്ളിയിൽ 5 വക്ത് വരുന്നുണ്ട്. പക്ഷേ അയാളുമായി കച്ചവടത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ല, അല്ലെങ്കിൽ വളരെ മോശമായ അവസ്ഥയാണ് എന്ന് ചിലരെ പറ്റി പറയുന്നതായി കേൾക്കാം. സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ മേഖലകളിലും സൂചിപ്പിച്ചതുപോലെ ഈ ഒരു മാർഗം അഥവാ വ്യക്തമായ മുൻഗാമികളുടെ മാർഗം നമ്മൾ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒന്നാമതായി അതിലേറ്റവും മുന്തി നിൽക്കുന്നത് ഏതാണ്? തൗഹീദിൻ്റെ മേഖലയാണ്. തൗഹീദിൻ്റെ മേഖലയിലും മുൻഗാമികളുടെ മാർഗം എങ്ങനെയാണോ അതായിരിക്കണം നമ്മുടേതും. അതുപോലെ തന്നെ സുന്നത്തിലേക്ക് ചേർത്തി പറയുന്ന ആളുകൾ പറയുന്നതായി കാണാം. അഥവാ തൗഹീദിൻ്റെ വിഷയത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും എല്ലാ നബിമാരും ആദ്യമായി പറഞ്ഞത് എന്താണ്? തൗഹീദാണ്. വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ അൻ ഇഅ്ബുദുല്ലാഹ വജ്തനിബു താഗൂത്ത്. എല്ലാ സമുദായത്തിലേക്കും നബിമാരെ നിയോഗിച്ചത് എന്ത് പറയാൻ വേണ്ടിയാ? രാഷ്ട്രീയം പറയാനാ? അല്ല. ചില സുന്നത്തിലേക്ക് ചേർത്തി പറയുന്ന ആളുകൾ പറയുന്നതായി കാണാം, നമുക്ക് തൗഹീദ് പിന്നീട് പറയാം, ആദ്യം നമുക്ക് ആളുകൾ എന്ത് ചെയ്യാം? ഒന്ന് ചേർത്ത് പിടിക്കാം. അല്ലെങ്കിൽ നമുക്ക് ആദ്യം അവർക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുക്കാം. സഹോദരങ്ങളെ, അടിത്തറ ശരിയാകാതെ എന്ത് കെട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം?
എന്ത് വലിയ കെട്ടിടമുണ്ടാക്കിയിട്ട് നമുക്ക് എന്ത് ഉപകാരമാണുള്ളത്? തൗഹീദ് അല്ലെങ്കിൽ അതിൻ്റെ അടിത്തറ ശരിയാകാതെ. ഏത് നബിമാരുടെ മാർഗവും അതാദ്യം തൗഹീദായിരുന്നു, മാത്രവുമല്ല അവസാനവും തൗഹീദായിരുന്നു. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മുടെ ആരാധനാ മേഖലയിലും ഈ മാർഗം സ്വീകരിക്കണം. നമ്മൾ ആദ്യം പറഞ്ഞത് ഏതാണ്? വിശ്വാസപരമായ അഖീദപരമായ മേഖലയിലാണ്. രണ്ടാമത്തേത് ആരാധനപരമായ മേഖലയിലും നമ്മൾ ഈ മാർഗം സ്വീകരിക്കണം. പറഞ്ഞതുപോലെ സ്വഭാവ സംസ്കാര വിഷയത്തിലും ഇടപാടുകളിലുമെല്ലാം ഈ ഒരു മാർഗം നമ്മൾ മുറുകെ പിടിക്കുക തന്നെ ചെയ്യണം. ഞാനിത് ആവർത്തിച്ച് പറയുന്നത് ഈ പറഞ്ഞ രൂപത്തിലായതുകൊണ്ടാണ്. നിസ്കാരം അതുപോലുള്ള കാര്യങ്ങളിൽ ആളുകൾ ഇത് മുറുകെ പിടിക്കും, പക്ഷേ ബാക്കിയുള്ള സ്വഭാവ സംസ്കാര മേഖലകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വളരെ മോശമായ അവസ്ഥ വരാതിരിക്കാനാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഹക്കിൻ്റെ ആളുകളുടെ വഴി അതറിയണമെന്നുള്ളതാണ്. അതറിയൽ മാത്രമല്ല, അത് പ്രാവർത്തികമാക്കുകയും ചെയ്യണം എന്നർത്ഥം. അഥവാ പ്രിയപ്പെട്ടവരെ, മൻഹജുൽ ഹക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വളച്ചുകെട്ടില്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ, സിറാത്തുല്ലാഹിൽ മുസ്തഖീം, അള്ളാഹുവിൻ്റെ മുസ്തഖീമായ നേരായ മാർഗത്തിനാണ് മൻഹജുൽ ഹക്ക് എന്ന് പറയുന്നത്. അല്ലേ സഹോദരങ്ങളെ? നമ്മളോട് ദിവസവും ചോദിക്കാൻ കൽപ്പിക്കപ്പെട്ട ആ മാർഗം എന്താണത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈരിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അപ്പോൾ സഹോദരങ്ങളെ, ആ മാർഗത്തിൽ ഏറ്റവും ഒന്നാമതുള്ളതാരാണ്? നബിമാരാണ്. പിന്നീട് സഹാബിമാർ അഥവാ സലഫുകൾ, അവർക്കാണ് സലഫുകൾ എന്ന് പറയുന്നത്. ചില ആളുകളുടെ വിചാരം ഏതെങ്കിലും പള്ളികൾക്കിടാനുള്ള ഒരു പേരാണ് സലഫി, അല്ലെങ്കിൽ ഏതെങ്കിലും വസ്ത്രങ്ങൾക്ക് മാത്രം ഇടാനുള്ള പേരാണ് സലഫി, അല്ലെ സലഫി തട്ടം അല്ലെങ്കിൽ സലഫി ജുബ്ബ. ഒരിക്കലുമല്ല. സലഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഇതിനാണ് സലഫി എന്ന് പറയുക. പിന്നീട് ആ സഹാബിമാർക്ക് ശേഷം വന്ന താബിഈങ്ങൾ, പിന്നീട് അവർക്ക് ശേഷം വന്ന അത്ബാഉ താബിഈങ്ങൾ, ഈ 3 തലമുറ ഇവരാണ് സലഫുകൾ. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അവരുടെ മാർഗമാണ് മൻഹജുൽ ഹക്ക്. ഇതിനാണ് മൻഹജുൽ ഹക്ക് എന്ന് പറയുന്നത്. ഇനി സഹോദരങ്ങളെ, 2 കൂട്ടരുടെ മാർഗത്തിലാകാതിരിക്കുക എന്നുള്ളതും നമ്മൾ ഫാത്തിഹയിൽ ചെയ്യുന്ന കാര്യമാണ്. അതിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്ന്, അറിവുണ്ടായിട്ട് അത് പ്രാവർത്തികമാക്കാൻ അല്ലെങ്കിൽ പ്രവർത്തിക്കാത്ത ആളുകളാണ്. ആരാണത്? അതിലൊന്നാമതുള്ളത് ജൂതന്മാരാണ്. ജൂതന്മാർ മാത്രമല്ല, അതിൽ മുൻപന്തിയിലുള്ളതാരാണ്? ജൂതന്മാരാണ്. അവർക്ക് ഹക്കറിയാം, അവരുടെ മക്കളെ അറിയുന്നത് പോലെ അവർക്ക് ഹക്കറിയാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി കാണാം. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നരകം കാണിക്കപ്പെട്ട വേളയിൽ ചിലർ നരകത്തിൽ കിടന്നെരിയുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചു, മൻ ഹഉലാ യാ ജിബ്രീൽ, അല്ലയോ ജിബ്രീലെ, ആരാണ് ആ കൂട്ടർ? നരകത്തിൽ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുന്ന ഈ കൂട്ടർ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞൊരു വാക്കുണ്ട്, ഖുതബാഉ ഉമ്മതിക് അല്ലദീന യഖൂലൂന മാ ലാ യഫ്അലൂൻ. ആരാണത്? റസൂലെ, അങ്ങയുടെ സമുദായത്തിലുള്ള ഖത്തീബുമാരാണവർ. ശ്രദ്ധിക്കണം, അങ്ങയുടെ സമുദായത്തിലെ ഖത്തീബുമാരാണവർ. അവർ എന്താണ് ചെയ്യുന്നത്? അല്ലദീന യഖൂലൂന മാ ലാ യഫ്അലൂൻ. അവർ പറയുന്ന കാര്യം പ്രാവർത്തികമാക്കാത്ത ആളുകളാണ് അവർ. അവർക്കാണ് നരകത്തിൽ അങ്ങേയറ്റത്തെ ശിക്ഷയുള്ളത്. അവരെ കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിച്ചത്. സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിവിടെ വന്നു കൂടിയത് എന്തിനു വേണ്ടിയല്ല. ആരെങ്കിലും നമ്മളെ നാളെ കണ്ടാൽ എന്തേ നീ ഇന്നലെ പള്ളിയിൽ വരാതിരുന്നത് എന്നുള്ള ചോദ്യത്തെ ഭയന്നാവാൻ പാടില്ല. അതല്ല എങ്കിൽ ഭാര്യ വീട്ടിൽ തന്നെ കണ്ടാൽ ചോദിക്കും, എന്തേ പള്ളിയിൽ പോകാത്തത്, ഇന്നവിടെ ക്ലാസ് ഉണ്ടല്ലോ. ആ ഒരു ചോദ്യം കേൾക്കാതിരിക്കാൻ ആകരുത് നമ്മളിവിടെ ഈ മജ്‌ലിസിൽ വന്ന് ഇരിക്കേണ്ടത്.
എന്താണ് സഹോദരങ്ങൾ, അവർ പഠിച്ചത് തന്നെ എന്തിനു വേണ്ടിയാണ്? ആളുകൾ പറയണം നല്ല ഖത്തീബാണ്, അതല്ല നല്ല ഖുതുബയാണ് എന്ന് പറയാൻ വേണ്ടി പഠിച്ച ആളുകൾ. അവർ പഠിച്ചവരാണ്. എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ പറഞ്ഞത്? അല്ലദീന യഖൂലൂന മാ ലാ യഫ്അലൂൻ. അവർ പറയണം. അത് പറയണമെങ്കിൽ എന്ത് വേണം? അറിവ് വേണം. ആലോചിച്ച് നോക്കുക സഹോദരങ്ങളെ, അറിവ് പഠിക്കണമെങ്കിൽ അങ്ങേയറ്റത്തെ പരിശ്രമം ആവശ്യമാണ്, യാതൊരു സംശയവുമില്ല. എന്നിട്ട് ആ പഠിച്ചത് ആളുകൾ ഈ രൂപത്തിൽ സംസാരിക്കാനാണ് എങ്കിൽ നാളെ നരകത്തിലാണ് അവരുടെ സങ്കേതം. അതാണ് നമുക്ക് ഈ ഹദീസ് വിളിച്ചോതി തരുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. അവർ ഖിയാമത്ത് നാളിൽ നരകക്കാരിലായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നാളെ നമുക്ക് നമ്മുടെ കാല് മുന്നോട്ട് വെക്കാൻ സാധിക്കില്ല. ആഖിറത്തിൽ എത്തിക്കഴിഞ്ഞാൽ ചില ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കൊടുത്തു കഴിഞ്ഞാലല്ലാതെ നമുക്ക് നമ്മുടെ കാല് മുന്നോട്ടേക്ക് വെക്കാൻ സാധിക്കുകയില്ല. അതിലൊരു ചോദ്യം എന്താണ്? അൻ ഇൽമിഹി മാദാ അമില ബിഹി. എന്താണത്? നീ പഠിച്ച അറിവുണ്ടല്ലോ, അതുപയോഗിച്ച് നീ എന്തൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നൊരു ചോദ്യം നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നതാണ്. ആ ഒരു ചോദ്യം നമ്മൾ കേൾക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് സഹോദരങ്ങളെ കാര്യം. നമ്മൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് പ്രാവർത്തികമാക്കണം. പിന്നീട് അതുപോലെ തന്നെയാണ് ഇൽമില്ലാതെയുള്ള അമലുകൾ. ആരാണ് ആ കൂട്ടം ആളുകൾ? അവർക്ക് എന്തുണ്ട്? ധാരാളം അമലുകളുണ്ട്. അവരിൽ നിന്നും നമ്മൾ ഫാത്തിഹയിൽ എന്ത് ചെയ്യുന്നുണ്ട്? അവരിൽ ഉൾപ്പെടാതിരിക്കാൻ അള്ളാഹുവോട് ചോദിക്കുന്നുണ്ട്. അവരിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ ആരാണ്? നസാറാക്കളാണ്. അവർ ധാരാളം പ്രവർത്തികൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, പക്ഷേ എന്തില്ല? അറിവില്ലാത്ത അവസ്ഥയിലാണ്, അല്ലേ? സുബ്ഹാനല്ലാഹ്. അവരുടെ കൂട്ടത്തിൽ ചില ആളുകൾ കല്യാണം പോലും കഴിക്കാതെ ഇങ്ങനെ നടക്കുകയാണ്. ചെയ്യുന്ന അമൽ വലിയ കഠിനമായ അമലാണ്, പക്ഷേ വല്ല കാര്യവുമുണ്ടോ? ഒരു കാര്യവുമില്ല. ഈ ഒരു അവസ്ഥയിലും നമ്മളാകാൻ പാടില്ല. അതുപോലെ തന്നെ ബിദ്അത്തിന്റെ കക്ഷികളും യാതൊരു അടിസ്ഥാനവുമില്ലാതെ പലതും ചെയ്തു കൂട്ടുകയാണ്. എന്നാൽ സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചവർ ഇതിന് രണ്ടിനും മധ്യത്തിലാണ്. മധ്യമ നിലപാടിൻ്റെ ആളുകളാണ് മൻഹജുൽ ഹഖ്. മൻഹജുൽ ഹഖ് അഥവാ ഹക്കിൻ്റെ മാർഗം ഇതിന് രണ്ടിനും നടുവിലാണ്. അഥവാ പഠിച്ച ഇൽമ് അത് അമലാക്കുന്നതാണ്. പിന്നീട് ഷേഖ് റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ്, യബ്തഗി ഫയാ സായിലൻ അൻ മൻഹജിൽ ഹഖി യബ്തഗി. ഈ മൻഹജുൽ ഹഖ് അത് ഉദ്ദേശിക്കുന്നവനെ, അതിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവനെ എന്നാണ് ഷേഖ് പറയുന്നത്. സുലൂക ത്വരീഖിൽ ഖൗമി ഹഖൻ വയസ്അദു. ഷേഖ് റഹിമഹുല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിദായത്ത് എന്നുള്ളത് അള്ളാഹുവിൻ്റെ കരങ്ങളിലാണ്. ഹിദായത്ത് ലഭിക്കാൻ നമുക്ക് കാരണമാകുന്നത് അത് അള്ളാഹു മാത്രമാണ്. അഥവാ അള്ളാഹുവാണ് അത് നൽകേണ്ടത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ ഒരു കാര്യം ഹിദായത്തിന് വേണ്ടി റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ചോദിച്ചു കൊണ്ടേയിരിക്കണം. ആരാണ് സഹോദരങ്ങളെ ഹിദായത്ത് ഉദ്ദേശിക്കുന്നത്? അവൻ റബ്ബിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം വരും. അഥവാ ഹിദായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം വരും. ഇനി സഹോദരങ്ങളെ, ഒരുവൻ ഹിദായത്തിലാകാൻ ഉദ്ദേശിക്കുന്നു എങ്കിൽ അവൻ രണ്ട് കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കണം. രണ്ട് കാര്യം അവൻ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഒന്നാമത്തേത്, സലഫുകളുടെ മാർഗം എന്താണ് എന്നവൻ അറിഞ്ഞിരിക്കണം. അഥവാ എനിക്ക് ഹിദായത്തിലാകണം, ധാരാളം അഭിപ്രായ ഭിന്നതകളാണ്, അതിൽ ഏറ്റവും നല്ല നിലപാട്, മധ്യമമായ നിലപാട് ഏതാണ് എന്നറിയാൻ സലഫുകളുടെ മാർഗം എന്താണ് എന്ന് അവൻ അറിയണം. അഥവാ അവർ തൗഹീദിൽ എങ്ങനെയായിരുന്നു, ആരാധനകളിൽ അവർ എങ്ങനെയായിരുന്നു, സ്വഭാവത്തിൽ അവർ എങ്ങനെയായിരുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. അഥവാ ഹിദായത്തിലാകാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാമത്തെ കാര്യം എങ്ങനെയായിരുന്നു സലഫുകൾ എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ അള്ളാഹുവോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിച്ചു കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ധാരാളമായി ചോദിക്കണം.
ധാരാളമായി നമുക്ക് കിട്ടുന്ന ഒഴിവു വേളകളിലൊക്കെ നമ്മൾ അള്ളാഹുവോട് ഹിദായത്തിന് വേണ്ടി ചോദിച്ചു കൊണ്ടേയിരിക്കണം. അല്ലേ സഹോദരങ്ങളെ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ധാരാളമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലയോ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന അള്ളാഹുവെ, നിൻ്റെ ദീനിൽ എന്നെ അടിയുറപ്പിച്ച് നിർത്തേണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി ദുആ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോട് പഠിപ്പിച്ച കാര്യമാണ്, എല്ലാ മൻഹജുകളും അഥവാ എല്ലാ വഴികളും എന്താണ്? തെറ്റാണ്, അത് ളലാലത്തിലാണ്, ഒരു വഴി ഒഴികെ, അഥവാ സലഫു സ്വാലിഹീങ്ങളുടെ മൻഹജ് ഒഴികെ, സഹാബിമാരുടെ മാർഗമൊഴികെ. എല്ലാ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാർ പറയുകയാണ്, വഅദനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൗഇളതൻ ബലീഗ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം നമുക്ക് ഒരു ഉപദേശം നൽകുകയുണ്ടായി. എന്താണ് ആ ഉപദേശത്തിൻ്റെ പ്രത്യേകത? വജിലത് മിൻഹൽ ഖുലൂബ് വദറഫത് മിൻഹൽ ഉയൂൻ. എന്താണത്? നമ്മുടെ കണ്ണിൽ നിന്നും കണ്ണീര് വരാൻ തുടങ്ങി, നമ്മുടെ ഹൃദയം കിടുകിടാ വിറക്കാൻ തുടങ്ങി. സഹാബിമാർ പറഞ്ഞു, കഅന്നഹ മൗഇളതു മുവദ്ദിഇൻ ഫഔസിന. റസൂലെ, വിടവാങ്ങി പോകുന്ന ഒരാളുടെ പ്രസംഗം പോലെയുണ്ടല്ലോ ഇത്, അതുകൊണ്ട് റസൂലെ അങ്ങ് നമുക്ക് ഒരു ഉപദേശം നൽകിയാലും എന്ന് പറഞ്ഞപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമതായി കൊടുത്ത ഉപദേശം തഖ്വല്ലാഹ്, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുക. എന്നിട്ട് പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മുസ്ലിമായ ഒരു ഭരണാധികാരി നിങ്ങൾക്കുമേൽ ഭരണത്തിൽ വന്നാൽ നിങ്ങൾ അവരെ അനുസരിക്കണം. ഇനി ഒരു അടിമയാണ് നിങ്ങൾക്ക് ഭരണാധികാരിയായി വരുന്നതെങ്കിലും അവരെ അനുസരിക്കണം എന്ന് പറഞ്ഞതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞ വാക്കുണ്ട്. എന്താണത്? ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കാണത്. ആരാണോ എൻ്റെ മരണശേഷം ജീവിക്കുന്നത് അവൻ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണുക തന്നെ ചെയ്യും. അല്ല സഹോദരങ്ങളെ, ചിലർ പറയുന്നതായി കാണാം, ഞാൻ ഈ ദീൻ പഠിക്കാനൊന്നുമില്ല. എന്താണ് കാരണം? നിങ്ങളെപ്പോഴും അഭിപ്രായ ഭിന്നതയാണ്. ശരി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യമാണ്, റസൂൽ പറഞ്ഞ രോഗമാണിത്, ഈ ഉമ്മത്തിൽ സംഭവിച്ച രോഗമാണിത്, അഭിപ്രായ ഭിന്നത എന്നുള്ളത്. പക്ഷേ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട മറുപടി റസൂൽ അവിടെ പറഞ്ഞു നിർത്തിയിട്ടില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ രോഗം പറഞ്ഞ് അവിടെ നിർത്തിയില്ല, മറിച്ച് അതിനുള്ള മരുന്നും കൂടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് أشهد أن لا إله إلا الله أشهد أن محمدا رسول الله أشهد أن محمدا رسول الله حي على الصلاة حي على الصلاة حي على الفلاح حي
حي على الفلاح الله أكبر الله أكبر لا إله إلا الله. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്, ഫഇന്നഹു മൻ യഇശ് മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. ആരാണോ എനിക്ക് ശേഷം ജീവിക്കുന്നത് അവർ ധാരാളം അഭിപ്രായ ഭിന്നതകൾ കാണുക തന്നെ ചെയ്യും. ആ സമയത്തുള്ള മരുന്ന് എന്താണ്? ഫഅലൈക്കും ബിസുന്നതി, നിങ്ങൾ എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, അതുപോലെ തന്നെ എൻ്റെ ഖലീഫമാരായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ അവരുടെ മാർഗവും നിങ്ങൾ മുറുകെ പിടിക്കണം. തമസ്സകൂ ബിഹ, അത് നിങ്ങൾ അങ്ങേയറ്റം കടിച്ചു പിടിക്കണം. അല്ലു അലൈഹ ബിൻ നവാജിദ്, നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് നിങ്ങളത് കടിച്ച് മുറുകെ പിടിക്കണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇവിടെ റസൂൽ വ്യക്തമായി പറയുകയാണ്, ബാക്കിയുള്ള മാർഗങ്ങളെല്ലാം തന്നെ വഴികേടിൻ്റെ മാർഗമാണ്. റസൂല് പറഞ്ഞു തന്നതാണ്. ബാക്കിയുള്ള ആളുകളുടെ മാർഗം അത് വഴികേടാണ്. ഒരു മാർഗമൊഴികെ, അഥവാ ഹക്കിൻ്റെ ആളുകളുടെ മൻഹജ് ഒഴികെ, സഹാബിമാരുടെ മാർഗമൊഴികെ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, പറഞ്ഞതിൻ്റെ ചുരുക്കം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അല്ലെങ്കിൽ കൊണ്ടുവന്നത് മുറുകെ പിടിക്കുക. അത് മുറുകെ പിടിച്ചാൽ മാത്രം പോരാ. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ കാര്യം സ്വഹാബിമാർ എങ്ങനെ മനസ്സിലാക്കിയോ, ഇവിടെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ മാർഗം സ്വഹാബിമാർ എങ്ങനെ മനസ്സിലാക്കിയോ അതുപോലെ തന്നെ മനസ്സിലാക്കൽ നിർബന്ധമാണ്. റസൂൽ ഇവിടെ പറഞ്ഞ കാര്യം എന്താണ്? അലൈക്കും ബിസുന്നതി, അവിടെ നിർത്തിയില്ല. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ അൽ മഹ്ദിയീൻ, സഹാബിമാരുടെ മാർഗവും മുറുകെ പിടിക്കണമെന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പറഞ്ഞത് എന്താണ്? സഹാബിമാർ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നെങ്കിൽ, അഥവാ മക്കയിലെ മുശ്രിക്കീങ്ങൾ വിശ്വസിച്ചാൽ അവരും ഹിദായത്തിലാകുമെന്ന് അള്ളാഹു പറഞ്ഞതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പിന്നീട് ഷേഖ് പറയുന്നത് ഇതുകൊണ്ടുള്ള ഉദ്ദേശം, ഈ വരിയുടെ ഉദ്ദേശം, അഥവാ ഹക്കിൻ്റെ ആളുകളിലേക്ക് അല്ലെങ്കിൽ ഹക്കിൻ്റെ ആളുകളുടെ വഴിയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർ എന്നാണ് ഷേഖ് പറഞ്ഞത്. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? ഹക്ക് ഉദ്ദേശിക്കുന്നവരോടുള്ള സംസാരമാണ്. അതല്ലാതെ ഈ കവിത വായിക്കുന്നവർ എല്ലാവരും ഹക്ക് ഉദ്ദേശിച്ചു കൊള്ളണമെന്നില്ല. ഒരു പക്ഷേ മറ്റ് ചില കാര്യങ്ങൾ ആയേക്കാം. അതല്ല എങ്കിൽ ഇത് കേൾക്കുന്ന, ഈ കവിത കേൾക്കുന്നവൻ കേൾക്കുന്നത് എന്തിനു വേണ്ടിയായിരിക്കില്ല? ഹക്ക് മനസ്സിലാക്കാനായിരിക്കണമെന്നില്ല. മറിച്ച് അവർ മറ്റ് ചില കാര്യങ്ങൾക്കായിരിക്കാം. അവർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപകാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ നല്ല നീയത്തുള്ള ആളുകൾക്ക് ബിഫാദിലില്ലാഹ് ഉപകാരമുണ്ടാകും. അവർക്ക് ഈ കവിത കൊണ്ട് ഉപകാരമുണ്ടാകും. അങ്ങനെയെങ്കിൽ ഇത് വായിക്കുന്നവനും കേൾക്കുന്നവനും ഹക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് ലഭിക്കും. യഥാർത്ഥ ഉദ്ദേശത്തോടു കൂടി സഹോദരങ്ങൾ, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കാൻ യഥാർത്ഥ ഹക്ക് മനസ്സിലാക്കണമെന്നുള്ള കുരുട്ടുബുദ്ധിയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരുവൻ യഥാർത്ഥ നീയത്തൊക്കെ ശരിയാക്കി അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ, ദീൻ പഠിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവനെ ആ ഹക്കിലേക്ക് എത്തിക്കും. യാതൊരു സംശയവുമില്ല. കാരണം മുഹ്സിനീങ്ങളെ അള്ളാഹു പായാക്കി കളയുകയില്ല. അള്ളാഹു അവനെ യഥാർത്ഥ വഴിയിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഇൻഷാ അള്ളാഹ്. അതിനാൽ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഓരോ ആളുകളും നമ്മുടെ നീയത്തിനെ നന്നാക്കിക്കൊണ്ടേയിരിക്കണം. അതിൻ്റെ ശുദ്ധി നമ്മൾ വരുത്തിക്കൊണ്ടേയിരിക്കണം. പറഞ്ഞതുപോലെ ഓരോ ദർസിൽ നമ്മൾ ഇരിക്കുമ്പോഴും എന്തായാലും വന്നിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ നീയത്തിനെ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കണമെന്നും അതുപോലെ തന്നെ അത് ജീവിതത്തിൽ
പ്രാവർത്തികമാക്കണമെന്നുള്ള ആ ഒരൊറ്റ ഉദ്ദേശമായിരിക്കണം ഈ പറയുന്ന ഞാനായാലും കേൾക്കുന്ന നിങ്ങളായാലും ശ്രദ്ധിക്കേണ്ടത്. മറ്റൊരു ഉദ്ദേശവും പാടില്ല. പറയാൻ എളുപ്പമാണ്, മറ്റൊരു ഉദ്ദേശം പാടില്ല, ശ്രദ്ധിക്കണം. പക്ഷേ അത് ഗൗരവമുള്ള വിഷയമാണ് നിയ്യത്ത് ശരിയാക്കുക എന്നുള്ളത്. അതിനും നമ്മൾ റബ്ബിനോട് ചോദിച്ചു കൊണ്ടേയിരിക്കണം. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി ഹഫിളഹുല്ല അദ്ദേഹം പറയുന്നതായി കാണാം, ചില ആളുകൾ അവർ പല മജ്ലിസുകളിലും വന്ന് ഇരിക്കും. എന്തിനു വേണ്ടിയാണ് അവർ ഇരിക്കുന്നത്? ഒരിക്കലും ഹക്ക് മനസ്സിലാക്കാനല്ല, മറിച്ച് ഈ ക്ലാസ് എടുക്കുന്ന പണ്ഡിതന്മാർ, ദറസ് എടുക്കുന്ന ആളുകൾ എത്ര തെറ്റ് പറയുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ. ഹക്ക് മനസ്സിലാക്കാനൊന്നുമല്ല, മറിച്ച് എത്ര തെറ്റ് പറയുന്നുണ്ട് എന്നറിയാൻ. അവർ ധാരാളം ഖുർആൻ ആയത്തുകളും ഹദീസുകളും ആ ദറസിൽ കേൾക്കുന്നുണ്ടാകും, പക്ഷേ അതൊന്നും അവരുടെ ഹൃദയത്തിന് ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. ശ്രദ്ധിക്കണം, അവർ വന്നിരിക്കുന്നത് മഹത്തായ മജ്ലിസുകളിലാണ്, പക്ഷേ അവിടെ അവരുടെ നിയ്യത്ത് മാറിയത് കൊണ്ട് അവർ കേൾക്കുന്ന ആയത്തുകൾ അവരുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാക്കുന്നില്ല. അവർ കേൾക്കുന്ന ഹദീസുകൾ അവരുടെ ഹൃദയത്തിന് മാറ്റമുണ്ടാക്കുന്നില്ല. നമ്മുടെ നിയ്യത്ത് നമ്മൾ എത്രത്തോളം ശരിയാക്കണമെന്നുള്ള വാക്കാണ് ഷെയ്ഖ് പറയുന്നത്. 2-3 മണിക്കൂറുള്ള ദർസുകളിൽ അവർ മിനക്കെട്ടിരിക്കുന്നതായി കാണാം, പക്ഷേ എന്തിനു വേണ്ടിയാണത്? ഷെയ്ഖ് പറയുന്നതാണ്, ഇത് ഷെയ്ഖിൻ്റെ വാക്കാണ്, ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറയുന്നതായി കാണാം. ആ ദർസ് കഴിഞ്ഞാൽ പിന്നീട് അവർ ഇന്ന് കാലത്തുള്ള ഏറ്റവും സാമൂഹിക മാധ്യമങ്ങളിൽ അറബികൾ പൊതുവെ ഉപയോഗിച്ചു വരുന്നത് ട്വിറ്ററാണ്. ഷെയ്ഖിൻ്റെ പ്രയോഗമാണ് ഞാൻ പറയുന്നത്. അതിൽ ഈ തെറ്റുകൾ എന്ത് ചെയ്യാണ്? വ്യാപകമായി പ്രചരിപ്പിക്കുകയാണ്. പറയുന്ന തെറ്റെന്തല്ല, അഹ്ലുസുന്നയിൽ നിന്ന് പുറത്തു പോകുന്ന തെറ്റുകളല്ല, മറിച്ച് ചെറിയ ചെറിയ വാക്കിൽ വരുന്ന ഉപയോഗങ്ങൾ, ചില ഉപയോഗങ്ങൾ അവർ അത് തെറ്റായ രൂപത്തിൽ ആളുകളിലേക്ക് പ്രചരിപ്പിക്കുകയാണ്. ഷെയ്ഖ് എന്നിട്ട് ചോദിക്കുകയാണ്, അവർ ആ ദറസിൽ കേട്ട എത്രയെത്ര ഫായിദകളുണ്ട്, അത് പ്രചരിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായനെ എന്ന് ഷെയ്ഖ് റഹിമഹുല്ലാ പറയുന്നതായി കാണാം. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സഹോദരങ്ങൾ, ഒരു വാക്ക് അത് 2 നിലക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുമെങ്കിൽ, ഒന്ന് നല്ല അർത്ഥത്തിലും അതുപോലെ തന്നെ മോശമായ അർത്ഥത്തിലും ഒരു വാക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യം എന്താണ്? അത് ഏറ്റവും മോശമായ രൂപത്തിൽ അവർ പ്രചരിപ്പിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ വെള്ളം, ഇപ്പോൾ ഒരാൾ ദർസ് എടുക്കുമ്പോൾ പറയുകയാണ് ഈ വെള്ളം നമുക്ക് നല്ല കാര്യത്തിനും ഉപയോഗിക്കാം, മോശമായ കാര്യത്തിനും ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യുകയാണ്? ഇന്നത്തെ ദറസിൽ ഷെയ്ഖ് പറഞ്ഞിരിക്കുകയാണ് വെള്ളം മോശമായ കാര്യത്തിന് ഉപയോഗിക്കാമെന്ന് അദ്ദേഹം ഫത്വ പറഞ്ഞു. നോക്കണം, അവർ പ്രചരിപ്പിക്കുന്നത് എന്താണ്? ഇന്ന് ഷെയ്ഖ് ദറസ് എടുക്കുമ്പോൾ പറഞ്ഞ കാര്യം വെള്ളം നല്ല കാര്യത്തിനും ഉപയോഗിക്കാം, അതുപോലെ മോശമായ കാര്യത്തിനും ഉപയോഗിക്കാമെന്ന് ഷെയ്ഖ് പറഞ്ഞു എന്ന്. അതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ് സഹോദരങ്ങളെ? അഥവാ നമ്മൾ ഉപയോഗിക്കേണ്ടത് നല്ല കാര്യത്തിനായിരിക്കണം എന്നതാണ്. പക്ഷേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്ത് ചെയ്യാണ്? അതിൻ്റെ പുറകെ പോകാനും ആളുകളുണ്ടാകും. നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സഹോദരങ്ങളെ. ഇതുപോലുള്ള കുരുട്ടുകൾ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മുടെ മനസ്സ് ഏറ്റവും സലാമത്തുള്ളതായിരിക്കണം. അങ്ങനെയെങ്കിൽ നമുക്കും ഉപകാരമുണ്ടാകും, മറ്റുള്ള ആളുകൾക്കും ഉപകാരമുണ്ടാകും. ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഒരാളുടെ മോശമായ ഉദ്ദേശത്തിൻ്റെ അടയാളമാണ്, ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അവനതറിയാം, അയാൾ ഒരിക്കലും അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന്. പക്ഷേ ആ രൂപത്തിൽ വരുത്തി തീർത്ത ആളുകൾക്ക് മുന്നിൽ വഷളാക്കുകയാണ്. സഹോദരങ്ങൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു മുഅ്മിനിനെ ആളുകൾക്ക് മുമ്പിൽ വഷളാക്കി കഴിഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ വലിയാണ് എങ്കിൽ, അള്ളാഹു നമ്മളെ വഷളാക്കിയാൽ പിന്നെ നമുക്കൊരു രക്ഷയും ഉണ്ടാവുകയില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഷെയ്ഖ് റഹിമഹുല്ല പറയുകയാണ്, ജനങ്ങളിൽ അൽഹംദുലില്ലാ ഷെയ്ഖ് പറയുകയാണ് ഈ രൂപത്തിലുള്ള കുരുട്ടുള്ള ആളുകൾ വളരെ വിരളമാണ് എന്ന്. ഷെയ്ഖ് പറയുകയാണ് അൽഹംദുലില്ലാ, ഇതുപോലുള്ള കുരുട്ട് ബുദ്ധിയുള്ള ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിൽ വളരെ വിരളം ആളുകളാണ് അൽഹംദുലില്ലാ എന്ന് ഷെയ്ഖ് പറയുകയാണ്. പക്ഷേ നമ്മൾ ഈ വിഷയം സൂക്ഷിക്കണമെന്ന് ഷെയ്ഖ് പ്രത്യേകം ഉണർത്തിക്കൊണ്ടാണ് ഷെയ്ഖിൻ്റെ സംസാരം അവിടെ നിർത്തുന്നത്. അതിനാൽ തന്നെ സഹോദരങ്ങളെ, ഈ ഒരു കാര്യം നമ്മുടെ നിയ്യത്ത് ഹക്ക് മനസ്സിലാക്കുക എന്നതായിരിക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഈ വരിയിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു കാര്യം ഹക്ക് അതൊന്നേ ഉള്ളൂ എന്നതാണ്. ഹക്ക് അതൊന്ന് മാത്രമേ ഉള്ളൂ എന്നതാണ്. ബാക്കിയുള്ളതെല്ലാം ഭിന്നിപ്പിൻ്റെയും
കക്ഷിത്വത്തിൻ്റെയും മാർഗമാണ് എന്ന് ഈ വരിയിൽ നിന്ന് നമുക്ക് ലഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി. എന്താണ് അല്ലാഹു പറഞ്ഞത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ പറഞ്ഞ കാര്യമാണ്. ഇതാണ് എൻ്റെ നേരായ മാർഗം, ഫത്തബിഊഹു, നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ പിൻപറ്റുക. ബാക്കിയുള്ള മാർഗങ്ങളെ നിങ്ങൾ പിൻപറ്റാൻ പാടില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഭിന്നിച്ചു പോകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം, ഖത്ത ലനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖത്ത. ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്തു? ഒരു വര നമുക്കിങ്ങനെ വരച്ചു തന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഹാദാ സബീലുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ മാർഗമാകുന്നു, നേരായ മാർഗം. സുമ്മ ഖത്ത ഖുതൂതൻ അൻ യമീനിഹി വ ശിമാലിഹി. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ആ നേരായ മാർഗത്തിന് വലതും ഇടതും ധാരാളം വരകൾ ഇങ്ങനെ വരച്ചുകൊണ്ട് പറഞ്ഞു, ഹാദാ സുബുൽ, ഇതാണ് എന്ത്? മറ്റുള്ള പിഴച്ച മാർഗങ്ങൾ. ശ്രദ്ധിക്കണം, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദരങ്ങളെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വര വരച്ചതിന് ശേഷമാണ് മറ്റുള്ള വരകൾ അതിനോട് ചേർത്തുകൊണ്ട് വരക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവർ എല്ലാവരും ഹക്കിലായിരുന്നു, പക്ഷേ പിന്നീട് ചില വിഷയങ്ങളിൽ എന്ത് ചെയ്യുകയാണ്? ബാക്കിയുള്ള ബാത്തിലുകളിലേക്ക് വഴിമാറി പോവുകയാണ്. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചെയ്ത പ്രയോഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഅലാ കുല്ലി സബീലിൻ മിൻഹാ ശൈത്താനുൻ യദ്ഉ ഇലൈഹി. ആ ഓരോ മാർഗത്തിലേക്കും ഓരോ ശൈത്താൻ ആ മാർഗത്തിലേക്ക് ആളുകളെ ഇങ്ങനെ ക്ഷണിക്കുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരിക്കലും നിർഭയരായി മാറാൻ പാടില്ല. കാരണം ഈ വഴിയിൽ മറ്റു ചില വഴികളുണ്ട്, അല്ലേ? നേരായ മാർഗത്തിൽ മറ്റു ചില മാർഗങ്ങളുണ്ട്. അതിൽ പ്രവേശിച്ചാൽ നമ്മൾ വഴിപിഴച്ചു പോകും, യാതൊരു സംശയവുമില്ല. അതിനാൽ അള്ളാഹുവോട് സ്ഥൈര്യത്തിന് ചോദിച്ചു കൊണ്ടേയിരിക്കുക, അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മൾ നേർമാർഗത്തിലാകാൻ അള്ളാഹുവോട് ചോദിച്ചു കൊണ്ടിരിക്കുക. രണ്ടാമത്തേത്, അങ്ങനെയുള്ള ആളുകളോട് കൂട്ടുകൂടുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ആളുകളുമായി നമ്മൾ സഹവസിക്കുക എന്നുള്ളതാണ്. ആരാണോ നേർമാർഗത്തിലായത്, സഹോദരങ്ങളെ, അവന് ദുനിയാവിൽ സൗഭാഗ്യവും ആഖിറത്തിലാകട്ടെ വമ്പിച്ച വിജയവുമാണ് ഉണ്ടാവുക. ദുനിയാവിൽ അവന് സൗഭാഗ്യമുണ്ടാകും, ആഖിറത്തിലാവട്ടെ ഏറ്റവും വലിയ പ്രതിഫലമാണ് അവന് ലഭിക്കുക. യഥാർത്ഥ സൗഭാഗ്യം എന്നുള്ളത് സഹോദരങ്ങളെ നേർമാർഗത്തിലായാൽ അല്ലാതെ യഥാർത്ഥ സൗഭാഗ്യം നമുക്ക് ലഭിക്കുകയില്ല, ഒരിക്കലും ലഭിക്കുകയില്ല. നേർമാർഗത്തിലായാലാണ് യഥാർത്ഥ സൗഭാഗ്യം നമുക്ക് ലഭിക്കുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, മൻ അമില സാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ. ആരാണോ ആണിലായാലും പെണ്ണിലായാലും അള്ളാഹുവെ വിശ്വസിച്ചുകൊണ്ട് അഅമാലു സാലിഹാത്തുകൾ ചെയ്യുന്നത്, അവന് ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല ജീവിതം അവന് നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സന്മാർഗം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം സമാധാനപൂർണമായി മാറും, യാതൊരു സംശയവുമില്ല. അത് അനുഭവിക്കുന്ന ആളുകളായിരിക്കാം നമ്മൾ. അഥവാ അള്ളാഹുവിൻ്റെ മാർഗം മുറുകെ പിടിക്കുന്നത് കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന ആ ഒരു മനസ്സമാധാനം അത് വളരെ വലുതാണ്. ഇതിൻ്റെ അർത്ഥം എന്തല്ല, ഇങ്ങനെ നേർമാർഗത്തിലായി കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ സംഭവിക്കുകയില്ല, നമുക്ക് പ്രയാസമുണ്ടാവുകയില്ല, അങ്ങനെയല്ല. മറിച്ച് മൻ ഹുദിയ ഖൽബുഹു താബത് ഹയാതുഹു എന്നുള്ളതാണ്. ആരുടെ ഹൃദയമാണോ ഹിദായത്തിലായത് അവൻ്റെ ജീവിതം ഏറ്റവും നന്നായി തീരും, അല്ലാതെ അവനൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു മുഅ്മിന് അറിയാം ഈ ദുനിയാവ് എന്നുള്ളത് അത് അവന് ജയിൽ പോലെയാണ് എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ, ദുനിയാവ് എന്നുള്ളത് ഒരു മുഅ്മിന് ജയിൽ പോലെയാണ്. വജന്നത്തുൽ കാഫിർ, ഒരു സത്യനിഷേധിക്ക് അത് സ്വർഗം പോലെയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യം ആ മുഅ്മിന് അറിയാം. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും അവന് പ്രയാസമുണ്ടാകുമെന്നറിയാം. എന്നാൽ സഹോദരങ്ങളെ, അങ്ങനെയുള്ള ആളുകൾ
അവർ നല്ലവരായ മുഅ്മിനീങ്ങൾ അവർ എന്താണ് ചെയ്യുക? വല്ല നന്മയും ഉണ്ടായാൽ അവർ അള്ളാഹുവോട് നന്ദി കാണിക്കും. അവർ വല്ല പ്രയാസത്തിലും അകപ്പെട്ടാൽ, പരീക്ഷണം വന്നു കഴിഞ്ഞാൽ അവർ റബ്ബിനു വേണ്ടി ക്ഷമിക്കും. അവർ ക്ഷമിക്കുന്ന ആളുകളാണ്. ഇനി സഹോദരങ്ങളെ, ഇതുകൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. യഥാർത്ഥ സത്യവിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരീക്ഷണത്തെ ഒരനുഗ്രഹമായി കാണുന്നവനാണ് യഥാർത്ഥ സത്യവിശ്വാസി. അവൻ പരീക്ഷണത്തിലേക്കല്ല നോക്കുക, മറിച്ച് അതിന് ശേഷം അവന് സംഭവിച്ച കാര്യത്തിലേക്കാണ് അവൻ നോക്കുക. അള്ളാഹുവിൻ്റെ മഹത്തായ യുക്തിയിലേക്കാണ് അവൻ നോക്കുക. ആ പരീക്ഷണ മുഖേന അവന് ലഭിച്ച ധാരാളം ഉപകാരങ്ങളെ പറ്റിയാണ് അവൻ ചിന്തിക്കുക. എന്നിട്ട് ആ പരീക്ഷണങ്ങളിൽ പോലും അള്ളാഹുവിന് നന്ദി കാണിക്കുന്ന ചില അടിമകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ആളുകൾ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു സംഭവം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതാണ്, സമാനമായ സംഭവം ഈ അടുത്ത് നടന്നിട്ടുണ്ട്. അഥവാ പണ്ട് സൗദി അറേബ്യയിൽ ഒരു വിമാനം, അതിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ഒരാൾ അവരുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ ചില തകരാറ് കാരണം, ചില കാരണങ്ങളാൽ അവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല, ആ യാത്ര ചെയ്യാൻ സാധിച്ചില്ല. അവർ സ്വാഭാവികമായി പല പ്രയാസത്തിലുമായി. പിന്നീട് അവർ കേൾക്കുന്ന വാർത്ത എന്താണ്? ആ വിമാനം അപകടത്തിൽപ്പെട്ടു എന്നാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്ന കാര്യമാണ്. നോക്കൂ സഹോദരങ്ങളെ, നമുക്ക് ബാധിക്കുന്ന പരീക്ഷണങ്ങളെല്ലാം തന്നെ അത് നമുക്ക് ഖൈറായിരിക്കും. വല്ലാഹി സുമ്മത്തല്ലാഹ്. കാരണം അള്ളാഹു നമുക്ക് വിധിച്ചത് എന്തോ അതിലാണ് എല്ലാവിധ ഖൈറുമുള്ളത്. ഇൻഷാ അള്ളാഹ് ബാക്കി കാര്യങ്ങൾ നമുക്ക് വരുന്ന ദർസുകളിൽ വിശദീകരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയുമുണ്ട് എങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ളതാണ്. ഞാൻ പറഞ്ഞതിൽ വല്ല ശർറുമുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്വാനിൽ നിന്നുമുള്ളതാണ്. റബ്ബ് പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആമീൻ.